ഞാൻ ഓറഞ്ച് പറിച്ച് കഴിക്കാൻ പോവാ. ഇനി ഇങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ, ഇങ്ങനെ എല്ലായിടത്തും നിൽക്കുമ്പോ ഓറഞ്ച്. ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. നിങ്ങൾ ചൂസ് ചെയ്ത വ്ളോഗാണ് ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ അങ്ങനെ ഒരു അൺഎക്സ്പ്ലോർഡ് ആർക്കിടെക്ചറൽ ജെം ഓഫ് എ വില്ലേജിൽ വന്നിരിക്കുവാണ്. പ്രിയക്ക് ഇത് കണ്ടിട്ട് വില്ലേജ് ആണോ അല്ലയോ എന്ന് മനസ്സിലാവുന്നില്ല. പ്രിയ, സ്പാനിഷ് വില്ലേജസ് എങ്ങനെയാണ്? സോ ഈ ഒരു വില്ലേജ് ആക്ച്വലി സദേൺ സ്പെയിനിലാണ്, ആൻഡലൂസിയ റീജിയനിലാണ്. ആൻഡ് ഇവിടെ ആക്ച്വലി വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹിസ്റ്ററി ഉണ്ട്. കാരണം ആദ്യം ഇവിടെ അറബ്സ് ആയിരുന്നു ഉള്ളത്. 8th സെഞ്ച്വറിയിൽ. സോ അന്ന് ഒരുപാട് മോസ്ക്സും അറബ്സിൻ്റെ രീതിയിലുള്ള വീടുകളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ക്രിസ്ത്യൻ ഇൻവേഷൻ വന്നപ്പോൾ അവരൊക്കെ ഇവിടുന്ന് ഫ്ലഡ് ചെയ്തു, ആ മോസ്ക് ഒക്കെ പൊളിച്ച് പള്ളികളാക്കി. സോ ഒരു മിക്സ് ആൻഡ് മാച്ച് ഉള്ള ഒരു രീതിയിലുള്ള ഒരു ഹെറിറ്റേജ് ഉള്ള വില്ലേജാണിത്. പ്ലസ് റിനൈസാൻസ് സ്റ്റൈൽ ആർട്ട് വർക്ക് ബെസ്റ്റ് ആയിട്ട് കാണുന്നതാണ്. റിനൈസൻസ് സ്റ്റൈൽ ആർട്ട് എന്താണെന്ന് അറിയാത്തവർക്ക് ഏകദേശം ഒരു 15th സെഞ്ച്വറി 14th സെഞ്ച്വറി 15th 16th സെഞ്ച്വറിയിൽ പ്രോമിനൻ്റ് ആയ ഒരു ആർട്ട് സ്ട്രക്ചർ, ആർട്ടിൻ്റെ രീതിയാണ്. അത് പെയിൻറ്റിങ്സും സ്കൾപ്ചേഴ്സിലും ബിൽഡിങ്സിലൊക്കെ കാണാം. അത് കുറച്ചും കൂടെ ഒരു ഗ്രാൻഡ്നെസ്സും ഒരു പെർഫെക്ഷൻ കാണും. അതിന് മുമ്പത്തെ ഗോത്തിക് എന്ന് പറയുന്ന ആർട്ടാണെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി കുറച്ചും കൂടെ ഒരു ഇൻപെർഫെക്റ്റ് ആയിരിക്കും. ആൻഡ് ഈ റിനൈസൻസ് അത്രയും ഭംഗി കാണില്ല, കുറച്ചും കൂടെ ഒരു സ്കേറി സൈഡൊക്കെ ആയിരിക്കും. സോ ഇതിപ്പോൾ ഒരു റിനൈസൻസ് വില്ലേജിലാണ്. ആൻഡ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ബ്യൂട്ടിഫുൾ കാഴ്ചകളായിരിക്കും, എസ്പെഷ്യലി നൈറ്റിലെ കാഴ്ചകൾ. ഇന്നലെ രാത്രി വന്നപ്പോൾ എന്തായിരുന്നു പ്രിയ? അപ്പോൾ നമ്മളിപ്പോൾ തുടങ്ങുന്നത് ഇവിടുത്തെ വാങ്ക്വേസ് പ്ലാസ എന്ന് പറഞ്ഞ മാർക്കറ്റ് സെൻട്രലിൽ നിന്നാണ്. ആൻഡ് ഇവിടുത്തെ കാഴ്ചകൾ ഇന്ന് തുടങ്ങി. ഇന്ന് ചിലപ്പോൾ 2 വ്ളോഗായിട്ടായിരിക്കും ഞങ്ങൾ ചെയ്യുന്നത് കേട്ടോ. ബട്ട് വി വോണ്ട് ടു ഷോ യു ദ ഡേ ആൻഡ് നൈറ്റ്. ആൻഡ് ഇവിടുത്തെ കുറേ സ്പെഷ്യാലിറ്റീസും ഉണ്ട്. അപ്പോൾ തുടങ്ങാലോ? ഞാനൊരു കാര്യം കാണിക്കട്ടെ. ഓറഞ്ചസ്, വീണ്ടും ഓറഞ്ചസ്. ഇവിടുത്തെ ഏറ്റവും ഫേമസ് എന്താണെന്നറിയോ? ഒലീവ് ഓയിൽ. സ്പെയിനിലെയോ അതോ വേൾഡിലെയോ 20% ഓഫ് ദ ഒലിവ് ഓയിൽ കംസ് ഫ്രം ഹിയർ. സ്പെയിനിലെ ആയിരിക്കും മിക്കവാറും. അപ്പൊ ഒലിവിന്റെ ഒരു മ്യൂസിയം ഉണ്ട്, ഒലിവ് ഓയിലിന്റെ മ്യൂസിയം. പറ്റുമെങ്കിൽ എല്ലാം കൂടെ വിസിറ്റ് ചെയ്യണം. ഒറ്റ ദിവസമേ ഉള്ളൂ ഇന്ന് നമുക്ക് ഇവിടെ. ഇതാണ് ഉബൈദയിലെ ഏറ്റവും ലാൻഡ്മാർക്ക് ചേർച്ച്, സാന്റ മറിയ എന്ന് പറഞ്ഞ ചേർച്ചാണ്. എനിക്കൊന്ന് 1 മണിയാകുമ്പോൾ ഇവർ അടയ്ക്കും എന്ന് തോന്നുന്നു. ബട്ട് ദെൻ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചേർച്ചും. ആൻഡ് ഇവിടുത്തെ എവിടെ നിന്നാലും, ഈ ഒരു ഉബൈദ ടൗണിൽ നിന്നാലും മണിയടി കേൾക്കാം. നമ്മൾ റൂമിലിരുന്നാലും കേൾക്കാറില്ലേ? അത് ഇവിടെ നിന്നാണ്. 4 ബെൽസ് ഉണ്ട്. അങ്ങനെ തന്നെ ബാക്ക് സൈഡിൽ ഉണ്ടെന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ വെരി സ്മോൾ പ്ലേസ്. എന്തൊരു ഇറ്റ്സ് ലൈക്ക് യു നോ ദിസ് ഇസ് ദ മെയിൻ പ്ലാസ. ആൻഡ് പ്ലാസയുടെ അവിടെ തന്നെ ഇതുപോലെ ഒരു ഓർക്കിഡും അതൊക്കെ ഉണ്ട്. അത് വേറൊരു ചേർച്ചാണ്. നമുക്ക് അതും കൂടെ പോയി കാണിക്കാം. ഇതിന്റെ അകത്ത് പറ്റുമെങ്കിൽ വൈകുന്നേരം കയറാം കേട്ടോ. പക്ഷെ ഒരു ഭയങ്കര ഫീലുള്ള ചേർച്ചാണെന്ന് പറയുന്നത്. ഇവർ പറയുന്നത് എന്താണെന്നറിയോ? ഏത് ചേർച്ചിന്റെ ഫ്രണ്ടിൽ പോയാലും നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താലും സ്പെയിനിൽ ബിഗസ്റ്റ് ചേർച്ച് ഇൻ യൂറോപ്പ്, ബിഗസ്റ്റ് ചേർച്ച് ഇൻ യൂറോപ്പ് എന്ന് പറയും. എനിക്കൊന്ന് എല്ലാ ചേർച്ചും എനിക്കൊന്ന് ടൂറിസത്തിന് വേണ്ടി പറയുന്നതായിരിക്കും, എന്നാലല്ലേ ആൾക്കാർ വരുള്ളൂ. അത് തന്നെ ആയിരിക്കുള്ളൂ. പിന്നെ നമ്മളെ ഒരുപാട് ടൈപ്പ് ചേർച്ചസ് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലത്തെ പറഞ്ഞാൽ ഇതുവരെ കണ്ടു കാണില്ല. കാരണം എന്താ അറിയോ? ഇതൊരു ഫ്യൂണറൽ ചേർച്ച് ചാപ്പലാണ്. ഇത് ഫ്യൂണറലിന് വേണ്ടി പണിത ഒരു പ്രൈവറ്റ് ആയിട്ട് പണിത ഒരു ചേർച്ചാണ്. ഫ്യൂണറലിന് വേണ്ടി. ശരിക്കുള്ള ചേർച്ച് തന്നെയാണ്. ഇതിന്റെ അകത്ത് മാസം സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇറ്റ്സ് കോൾഡ് എ ഫ്യൂണറൽ ചാപ്പൽ. ആൻഡ് ഇത് 15th സെഞ്ച്വറിയിലെ റിനൈസാൻസ് വർക്കാണ്. ആ ഒരു വർക്കിന്റെ ഭംഗിയൊക്കെ കാണാം. കണ്ട, ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ അകവും ഭയങ്കര വെൽ ഡെക്കറേറ്റഡ് ആണ്. അകത്ത് നമ്മുടെ ക്ലോസ്ഡ് ആണ്. 1 മണി വരെ ഉള്ളൂ. നമ്മൾ ഇറങ്ങിയപ്പോൾ ലേറ്റായി. Just see this architecture. എല്ലായിടത്തും വർക്കാണ്. ഇത് ആണ് ശരിക്കും ഇവിടുത്തെ ഏറ്റവും പ്രൈം അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ചേർച്ച്, എൽ സാൽവഡോർ ചേർച്ച്. പണ്ടത്തെ എല്ലാ ചേർച്ചസിനും ഭയങ്കര വർക്ക്, അത്ര എഫേർട്ട് എടുത്താ ചെയ്യുന്നത്. ഇന്നത്തെ വലിയ വലിയ ചേർച്ചും മോഡേൺ ബിൽഡിങ്സ് ഒക്കെ ആണെങ്കിലും ഇത്രയും വർക്ക് ഇല്ല. അത് അമ്പലങ്ങളാണെങ്കിലും നാട്ടിലത്തെ എന്തൊരു വർക്കാ. പ്രിയ, ഇവിടെയൊക്കെ രാത്രി എന്തായിരിക്കും? രാത്രി എന്തായാലും കാണിക്കണം. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ വ്ളോഗ് ഡേ ടൈമും നൈറ്റ് ടൈം ആയിട്ട് ഡിവൈഡ് ചെയ്യാം. കാരണം നൈറ്റ് ഭയങ്കര ഭംഗിയല്ലേ? അത് ഭയങ്കര ഭംഗിയാണ്. നമുക്ക് രാവിലെ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് രാത്രി ഇവിടുത്തെ സ്ട്രീറ്റ്സും ഭംഗികളൊക്കെ കാണിക്കാം. നമുക്ക് നേരെ ഓൾഡ് ടൗണിലേക്ക് പോവാം, നമ്മുടെ ഫേവറേറ്റ് പാർട്ട് ഓഫ് യൂറോപ്പ് തന്നെ. ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഇവിടുത്തെ മിക്ക യൂറോപ്യൻ സ്ട്രീറ്റ്സും എല്ലാ ബിൽഡിങ്ങും ഈ കളർ ആയിരിക്കും. നമ്മൾ എവിടെ പോയാലും ഫുൾ സ്പെയിൻ ആക്ച്വലി നമ്മൾ എവിടെ പോയിട്ട് ഈ ഒരു കളറാണ്. ഈ കളർ ആൻഡ് കോബിൾ സ്റ്റോൺ സ്ട്രീറ്റ്സ് ആയിരിക്കും.
ആൻഡ് ഇങ്ങനെ ബാൽക്കണീസും ഉണ്ടോ? ഇതാണ് അവരുടെ ഒരു ട്രേഡ് മാർക്ക്. എവിടെ പോയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓക്കെ ദിസ് ഇസ് സ്പെയിൻ, ഇത് യൂറോപ്പാണ്. ബിൽഡിങ്സ് വരെ ഭയങ്കര ക്യാരക്ടറാണ്. എന്നിട്ട് അത് അങ്ങനെ ചെടിച്ചട്ടിയൊക്കെ തൂക്കിയിട്ടുണ്ട്. പക്ഷെ എന്താണെന്നറിയോ, ഞാൻ ഇവിടുത്തെ കണ്ടിരിക്കുന്നത് മിക്ക ബിസിനസ്സും കുറെ സമയം അടച്ചിടും, ഇടയ്ക്ക് അവരുടെ സൗകര്യത്തിനെ തുറക്കുള്ളൂ എന്ന് തോന്നുന്നു. ഭയങ്കര വലിയ ലഞ്ച് ബ്രേക്ക് ഒക്കെയാ. എനിക്കൊന്ന് വിന്റർ ആയതുകൊണ്ടായിരിക്കും. എനിക്കൊന്ന് ഇവിടുത്തെ ആൾക്കാർ മറ്റേ ഭയങ്കരമായിട്ട് വർക്ക് ഹോളിക് അല്ലാന്ന് തോന്നുന്നു. ഇവിടെ ലേസി അല്ല, എൻജോയ് ദ ലൈഫ്, ലൈക്ക് വർക്ക് ലൈഫ് ഭയങ്കര ബാലൻസാ. ഭയങ്കര ബാലൻസാ. ഇതേ ഒരു ടിപ്പിക്കൽ സ്ട്രീറ്റ് ആണ്, ഒരു റെസിഡൻഷ്യൽ സ്ട്രീറ്റ്, ഓൾഡ് ടൗൺ. സാധാരണ ഓൾഡ് ടൗൺ മറ്റേ മെയിൻ സ്ഥലത്തെ ഇപ്പം നമ്മൾ ബാഴ്സലോണയിലോ വെലൻസിയയിലൊക്കെ പോയി കഴിയുമ്പോൾ ഒരു ഭാഗമാണ്. പക്ഷെ ഇത് ഫുൾ ആക്ച്വലി ഓൾഡ് ടൗൺ ആണ്. ഒരു 70% ഓഫ് ദിസ് പ്ലേസസ് ഓൾഡ് ടൗൺ, ഉബൈദ. ആൻഡ് ഈ ബിൽഡിങ്സും ഒക്കെ ആൾക്കാർ എന്ത് കാമായിട്ടായിരിക്കും ഇവിടെ താമസിക്കുന്നത്. വേറെ കാര്യം കൂടെ ശ്രദ്ധിച്ചോ, എല്ലാ സ്ഥലത്തും കേറ്റു നടക്കും. അതെ, നടക്കാൻ അതുകൊണ്ട് നല്ല ഫിറ്റ് ആയിരിക്കും നടന്നു കഴിയുമ്പോ. പ്രാമം കൊണ്ട് തള്ളു നടക്കുമ്പോ കുറച്ച് പാടാ, വേത് ഭയങ്കര കുലുക്കമാണ്. പക്ഷെ ഇത് കണ്ട ഏത് വഴി പോയാലും ലിറ്ററലി എന്താ നോക്ക, ഇവിടെ ഇത്രേ ഉള്ളു വഴി. ഇന്നലെ കാർ കൊണ്ടുവരാൻ പാടില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, കാറ് ഭയങ്കര പാടുപെട്ട് കൊണ്ടുവരാൻ. നമുക്ക് ഇങ്ങനത്തെ സ്ഥലത്തൊന്നും ഓടിച്ച് ഏതാ 1 വേ ഏതാ 2 വേ ഒന്നും അറിയില്ലല്ലോ. എന്തായാലും പക്ഷെ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. I love this walking through such streets. എന്തൊരു calm and peaceful ആണെന്ന് നോക്കിക്കേ. അതാണ് ഭയങ്കര നീറ്റാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ കൂടുതലും നൈറ്റ് ലൈഫ് ആണ് കൂടുതലല്ലേ. ഇവിടെ ക്ലബ്സും സംഭവങ്ങളൊന്നും ഇല്ല, നൈറ്റ് ലൈഫ് അല്ല. പക്ഷെ ഈവനിങ്സ് ആൾക്കാരെല്ലാരും വെളിയിൽ ഈ പാർക്സിൽ ഇറങ്ങും, കഫേസിൽ പോയിരിക്കും, ബാസിൽ പോയിരിക്കും. ലൈഫ് അതെ, ഇതിനെക്കാട്ടി നാരോ സ്ട്രീറ്റ് കാണും. ഇതിന്റെ അകത്ത് സ്കൂട്ടർ മാത്രമേ പോവുള്ളൂ. അതാ പറഞ്ഞ പക്ക ഗ്രാമമാണ് ഇവിടെ. പ്രിയ, ഇവിടുത്തെ ഏറ്റവും വലിയ ഹെറിറ്റേജ് അല്ലെങ്കിൽ ഇവരുടെ ഏറ്റവും പ്രൗഡായിട്ട് കാണാം ഒലീവ് ഓയിലാണ്. ഞാൻ വിചാരിച്ചു ഒലിവ് ഓയിൽ ഇറ്റലിയിലാണ് ഏറ്റവും പോപ്പുലർ, പക്ഷേ സ്പെയിനിലാണ് ഏകദേശം ഞാൻ പറഞ്ഞില്ലേ 20% ഓഫ് വേൾഡ്സ് ഒലിവ് ഓയിൽ വരുന്നതെന്ന് പറയുന്നത്. ഒലിവ് ഓയിൽ മ്യൂസിയം ആണ്, പക്ഷെ നമുക്ക് അകത്ത് എടുക്കാൻ പറ്റില്ല. അവരുടെ ഫുൾ വീഡിയോ എക്സിബിറ്റ്സ് അത് നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇവിടെ ഒലിവ് ഓയിൽസ് there are almost ഇവിടെ മാത്രം 16 types of olive oils ഉണ്ട്. You can taste different olive oils and then we'll become an expert on which is good olive oil. അപ്പോൾ നാട്ടിലാരെങ്കിലും ഒലിവ് ഓയിൽ തന്നാൽ നമുക്ക് പറയാം, ഓ ഇത് നമ്മുടെ ആ ഒരു തേർഡ് ക്വാളിറ്റി ഒക്കെ വരുള്ളൂ. ഇത് അപ്പൊ നമുക്ക് ആദ്യം ഒലിവ് ഓയിൽ ഒന്ന് പോയി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒലിവ് ഓയിലിന്റെ നാട് സ്പെയിൻ ആണ് എന്നാണ് ഞാനിപ്പോൾ അറിയുന്നത്. നമുക്ക് ആദ്യമേ ഒലിവ് ഓയിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് ബാക്കി കുറച്ച് കാര്യങ്ങൾ കാണിക്കാം. ഒലിവ് ഓയിലിന്റെ ഇത്രയും കണ്ട വലിയ ജഗ്ഗിനൊക്കെ പക്ഷെ 3 ലിറ്ററിന് 20 യൂറോ ഉള്ളു പ്രിയ. സോ അറൌണ്ട് 1800. നാട്ടിൽ 1 ലിറ്ററിന് 1200 കണ്ട. അതെന്തോ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളായിരിക്കും. വേറെ ഒരു ഓയിലും കാണില്ല, ഫുൾ ഒലിവ് ഓയിൽ ആയിരിക്കും. അതെല്ലാം എല്ലാവരും നല്ല തിളക്കം. എങ്ങനെ കൊണ്ടുപോകും? ഒലിവ് ഓയിലിന്റെ ഷാംപൂ, ഫേസ് ക്രീം, മോയ്സ്ചറൈസർ എല്ലാം ഉണ്ട്. ബേബിയുടെ വരെ എല്ലാം നാച്ചുറൽ ഒലിവ് ഓയിൽ വെച്ച് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. ബോഡി മിൽക്ക് നല്ലതായിരിക്കും അല്ലേ. സിറം ഉണ്ട് അവരുടെ, വൈറ്റമിൻ സി സിറം വിത്ത് ഒലിവ് ഓയിൽ. ബേബിക്ക് വേറെ സിറം പോലത്തെ എന്തോ സാധനമൊക്കെ ഉണ്ട്. ബേബി ക്രീം എടുത്താലോ നല്ലതായിരിക്കില്ലേ? വേണം. ഇവര് പറയുന്നത് എന്താ, യു ഡോണ്ട് വാണ്ട് ടു ടേസ്റ്റ് ഒലിവ് ഓയിൽ, അങ്ങനെ തന്നെ കുടിക്കണം. ഐ വിൽ ഡ്രിങ്ക് ഇറ്റ്. ഭയങ്കര നല്ല സ്കിന്നിന്. They're trying to give me 2 or 3 or 4 types of olive oils. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഒലിവ് ഓയിൽസിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെയല്ലേ ഒരു ഫുഡിന്റെ ഒരു ഡ്രീം. ബെസ്റ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ അറിയാൻ പറ്റുമല്ലോ. അത് അവിടെ pour ചെയ്യുന്നുണ്ട്. Okay. I'm so excited. എന്താ കാര്യം? അത് എങ്ങനെയാണ് ഒലിവ് ഓയിൽ ടേസ്റ്റ് ചെയ്യുന്നത്? ആദ്യം തന്നെ പറഞ്ഞത് ഇത് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ഗ്രീൻ കളറാണ്. ഗ്രീൻ ഒലിവ്സിനെയാണ്. ദിസ് സപ്പോസ് ടു ബി മോർ സ്വീറ്റർ ആൻഡ് മോർ എക്സ്പെൻസീവ്. അപ്പോൾ ഇത് കുക്കിംഗ് ഉപയോഗിക്കില്ല, എക്സ്ട്രാ വെർജിൻ ആണ്. നിങ്ങളും അപ്പോൾ ഗ്രീൻ ഒലിവ്സിന്റെ കുക്കിംഗ് ഉപയോഗിക്കരുത്, കാരണം ഇറ്റ്സ് മോർ എക്സ്പെൻസീവ് ആൻഡ് അതിന്റെ ഫ്ലേവർ ലൂസ് ആവും. അപ്പോൾ ഇത് സ്വീറ്റ് ആണെന്ന് പറയുന്നത്. ബ്ലാക്ക് ഒലിവ്സ് കുക്കിംഗ് ഉപയോഗിക്കാം. ആദ്യം ഇത് സ്വീറ്റ് ആയതുകൊണ്ടാണ് സാലഡ്സിൽ ഇടുന്നത്. ആരും ഇത് മണക്കണം. ഇത് മണക്കുമ്പോ ഒരു പേരക്കയുടെ മണം എനിക്ക് കിട്ടുന്നത്. എനിക്കൊരു ഇലയുടെ മണം, ഇല ചതച്ചുള്ള മണമാണ് എനിക്ക് കിട്ടുന്നത്. ഇത് കഴിഞ്ഞിട്ട് വായ വെച്ചിട്ട് ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ കുടിക്കണം. അയ്യോ ഭയങ്കര വലിയ ടാസ്ക്. വിഴുങ്ങല്ലേന്ന് പറഞ്ഞില്ലേ?
സ്വീറ്റ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് മധുരമൊന്നും അല്ല കേട്ടോ, ഹണി പോലെയൊന്നും അല്ല. അതിന് അത്ര ഒരു ഓയിലിന്റെ ഒരു ഫ്ലേവർ സ്പഞ്ചില്ലേ, അത് അത്രയില്ല. പക്ഷെ ഇപ്പൊ കുടിച്ചു കഴിയുമ്പോ എരിവ് വരുന്നു എനിക്ക്. I'm getting a little bit മൈലാഞ്ചി ഇല്ലേ, മൈലാഞ്ചി വെള്ളത്തിന്റെ ഒരു ടേസ്റ്റ്. പക്ഷെ ഒരു ഭയങ്കര ഓയിലിനെസ് ഇല്ല, കുറച്ചും കൂടെ ഒരു വാട്ടറി ഫ്ലേവർ ആണ്. അതായത് ഓയിലി സ്റ്റിക്കി അല്ല, അത്ര ഓയിലി അല്ല, വാട്ടറി ആണ്. സാലഡ്സിന്റെ കൂടെ ഭയങ്കര നല്ലതായിരിക്കും. കാരണം ഒരു സാലഡും ചീസൊക്കെ ഇട്ട് ഇതും കൂടെ ഇട്ട് കഴിയുമ്പോൾ നന്നായി നമുക്കൊരു ഒരു 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 ഫ്ലേവർ കിട്ടും. ശരിക്കും ഒരു ഡിഫറെന്റ്, ഒരു ഒലിവിന്റെ സ്ട്രോങ് ഫ്ലേവർ അല്ല, ആ സമയത്ത് എല്ലാം കൂടെ ഒരു കമ്പൈൻ ചെയ്ത് നല്ലൊരു സംഭവമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇവരത് കുക്ക് ചെയ്യരുതെന്ന് പറയുന്നത്. കുക്ക് ചെയ്യരുത്, ഇത് ഇങ്ങനെ തന്നെ. അപ്പൊ ഇതൊക്കെ ഇപ്പോഴാണ് അറിയുന്നത്. ഈ നാട്ടിൽ വന്ന് ആരെങ്കിലും പൊട്ട ഒലിവ് ഓയിൽ സെർവ് ചെയ്യാൻ പറയും, പോരാ ഇത് അവിടെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത ഒലിവ് ഓയിൽ ടേസ്റ്റ് ചെയ്തത് വേൾഡിലെ ബെസ്റ്റ് തന്നെയാണല്ലോ ടേസ്റ്റ് ചെയ്തത്. ബാ ഇനി രണ്ടാമത്തത്. പക്ഷെ 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഈ ഒരു ഫ്ലേവർ ഒക്കെ ഒന്ന് സെറ്റ് ആവാനായിട്ട്. ചെറിയൊരു ത്രോട്ടിലൊരു ബേണിംഗ് ഉണ്ട്, ആ ക്വാളിറ്റിയുടെ ആയിരിക്കും. ഈ വില കൂടിയ ഒലിവ് ഓയിലൊക്കെ അവിടെ നമ്മൾ കണ്ടില്ലേ, ഭയങ്കര വില കുറഞ്ഞായിരുന്നില്ലേ, 3 ലിറ്റർ. ഇതിനൊക്കെ കണ്ട 1 ലിറ്റർ പോലും ഇല്ല, 1/2 ലിറ്റർ കണ്ടാന്ന് തോന്നുന്നു, അതിന് 20 യൂറോ. ക്വാളിറ്റിയുടെ വെർജിൻ, എക്സ്ട്രാ വെർജിൻ ആണോ വെർജിൻ ആണോ അതൊക്കെ അനുസരിച്ചായിരിക്കും. ദിസ് ഇസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് എന്ന് പറഞ്ഞു. അതെ, ദിസ് ഇസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ്. ഞാൻ പുള്ളിക്കാരന്റെ ക്ലാസ് എടുത്തില്ല, കാരണം അത് ബോറിംഗ് ആവില്ല. റഫായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് കണ്ട, ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് ബിറ്റ് മോർ ഡാർക്ക്. കുറച്ചും കൂടെ ഡാർക്ക് ആണ്. ഇത് 2 ടൈപ്പ് ഒലിവ്സ് മിക്സ് ചെയ്താണ്. ദിസ് ഓൾസോ ഗ്രീൻ ഒലിവ്സ് യൂസ് ഫോർ സാലഡ്സ് ആൻഡ് ഡ്രസ്സിംഗ്. പക്ഷേ ഇതൊന്നും ഇവർ പറയുന്നത്, ഈവൻ ദ സ്പെയിൻ ഇസ് ദ ബിഗസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് സച്ച് ഒലിവ് ഓയിൽ, കിട്ടില്ല എന്ന്. ഇവിടുത്തെ മാർക്കറ്റ്സിലും സൂപ്പർ മാർക്കറ്റ്സിലും അങ്ങനത്തെ ഒന്നും കിട്ടില്ല. ലോക്കൽ മാർക്കറ്റ്സിലൊക്കെ ഇങ്ങനത്തെ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുത്ത് നടത്തുന്ന സ്ഥലത്തെ കിട്ടുന്നുള്ളൂ. കാരണം അത്രയും ഡിമാൻഡാണ്, ഇത് ഉണ്ടാക്കാൻ അത്രയും പാടാണ്. അപ്പൊ ഇത് കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആണെന്ന് പറയുന്നു. ഇതിന്റെ മണം അതിന്റെ അത്രയും സ്ട്രോങ് അല്ല. കുറച്ചും കൂടെ അറോമാറ്റിക് ആണ്, പക്ഷെ ഭയങ്കര മറ്റേന്റെ അത്ര സ്ട്രോങ് അല്ല സ്മെല്ല്. ഇനി ടേസ്റ്റ് നോക്കട്ടെ. കയ്പുണ്ട്. ഇപ്പൊ മനസ്സിലായി എന്താ സ്വീറ്റ് എന്ന് അവർ ഉദ്ദേശിക്കുന്ന. കയ്പ് ഇല്ലാത്തതിനാണ് സ്വീറ്റ് എന്ന് പറയുന്നത്. ദിസ് ഇസ് വെരി ബിറ്റർ, ഭയങ്കര ബിറ്റർ ആണ്, പഞ്ചന്റ് ആണ്, സ്ട്രോങ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇവര് പറയുന്നത് ഇങ്ങനെ ആരും കുടിക്കില്ലല്ലോ, ഇത് നമുക്ക് ടേസ്റ്റിംഗ് നല്ല ഫുഡിന്റെ കൂടെ മിക്സ് ആയി കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല ഫ്ലേവർ ആഡ് ആവും. സാലഡ്സ് ബ്രെഡ്സിന് ഇവർ ഉപയോഗിക്കും. വെറും ബ്രെഡ് എടുത്ത് ഒലിവ് ഓയിൽ ടോപ്പിംഗ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ എന്തെങ്കിലും മീറ്റോ ചീസോ വെച്ച് കഴിക്കും. What an experience. Tasting the best olive oils in the world. എരിവുണ്ട്, പക്ഷെ ആഫ്റ്റർ ടേസ്റ്റ് അത്രയില്ല. കുടിക്കുമ്പോൾ ഭയങ്കര എരിവാ, കുടിച്ചു കഴിഞ്ഞിട്ട് അത്രയും ഒരു ആഫ്റ്റർ ടേസ്റ്റ് ഇല്ല. ഇത് ഇവരുടെ ഏറ്റവും കോമൺ ആണ്. ഡസൻ മീൻ ഇറ്റ്സ് ചീപ്പ്. ഇത് ഏറ്റവും കോമൺ ആണ്. ഗ്രീൻ ഒലിവ് ഓയിൽസിന്റെ പിക്വാൾ എന്ന് പറയുന്ന വെറൈറ്റി ആണ്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഏകദേശം 98% ആൾക്കാരും ഉപയോഗിക്കുന്നത്. ഞാൻ പറയുന്നത് യുവാൻ എന്ന് പറഞ്ഞൊരു ഏരിയ ആണ് മൊത്തമായിട്ട് ഇത് വരുന്നത്. അവിടെയാണ് ഈ ഉബേദയും എന്ന് പറഞ്ഞൊക്കെ ടൗൺസ് വരുന്നത്. ചെറിയ സ്ഥലമാണ് യുവാൻ എന്ന് പറഞ്ഞ ലൊക്കാലിറ്റി. വേൾഡിലെ 20% ഓഫ് ഒലിവ് ഓയിൽ ഇവിടുന്ന് വരുന്നത്. വേൾഡിലെ ഒരു രാജ്യമല്ല, ഈ ഒരു ചെറിയ ലൊക്കാലിറ്റിയിലാണ് വേൾഡിലെ 20% വരുന്നത്. പറയാൻ പറ്റില്ല, പക്ഷെ ക്വാളിറ്റി ഒലിവ് ഓയിൽസ് ആണെങ്കിൽ ഇവിടുന്നായിരിക്കും. സോ നിങ്ങൾ ഇനി തൊട്ട് ഒലിവ് ഓയിൽ ഇൻ സ്പെയിൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടുന്ന് ഉണ്ടാക്കിയെന്ന് നോക്കിക്കഴിഞ്ഞാൽ യുവാനോ അല്ലെങ്കിൽ യുവാൻ എന്നായിരിക്കും പേര്, JUAN. അപ്പൊ ഞങ്ങളെ കുറിച്ച് ആലോചിക്കുക. പ്ലസ് ഗ്രീൻ ഒലിവ് ഓയിൽസ് ആർ മച്ച് മോർ എക്സ്പെൻസീവ് ദാൻ ബ്ലാക്ക് ഒലിവ് ഓയിൽ. കാരണം ഇതിൽ നിന്ന് കിട്ടുന്ന ഒലീവ്സിൽ നിന്ന് ഏകദേശം 5 to 8% ഓയിൽ കിട്ടുള്ളൂ. ബ്ലാക്കിൽ നിന്നാകുമ്പോൾ 20% മുകളിൽ കിട്ടും. സോ ആൻഡ് ഇതിന്റെ ഹാർവെസ്റ്റ് ടൈം സ്പെയിനിൽ ഗ്രീൻ ഒലിവ് ഓയിൽസ് ഹാർവെസ്റ്റ് ടൈം ഇസ് ഇൻ ഒക്ടോബർ, ബ്ലാക്ക് ഒലിവ്സിന്റെ ഹാർവെസ്റ്റ് ടൈം ഇസ് ഇൻ ഡിസംബർ. പക്ഷെ ഇവർ പറയാം ഇവരുടെ ഇക്കോണമി, കൾച്ചർ, ലൈഫ്, എവറിത്തിങ് റിവോൾവ്സ് അറൗണ്ട് ഒലിവ് ഓയിൽ. ദേ ആർ സോ പാഷനേറ്റ് അബൌട്ട് ഒലിവ് ഓയിൽ. ഇത് നോക്കട്ടെ, സെയിം തന്നെയായിരിക്കും എന്നാ പറയുന്നത്. ഇതിന് മറ്റേ ഫസ്റ്റ് ഓയിലിന്റെ മണോ, മൈലാഞ്ചിയുടെ മണം. കളർ നോക്ക്, ഇത് ഓൾമോസ്റ്റ് രണ്ടാമത്തെ ഓയിലിന്റെ സെയിം, കുറച്ചും കൂടെ ഡാർക്കർ ആണ്. ഓ, ഇത് ആദ്യത്തെ അത്രയും അല്ല, രണ്ടാമത്തെ ഇല്ലേ, ഇത് ആക്ച്വലി അങ്ങനെ കമ്പയർ ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ മറന്നുപോയി. ഇത് വായയിൽ അത്രയും സ്ട്രോങ് അല്ല,
ആഫ്റ്റർ ടേസ്റ്റ് വെരി പെപ്പറി. ഐ ഡോണ്ട് നോ ഹൗ ദർ സോ മച്ച് ഓഫ് പെപ്പർ ഫ്ലേവർ. ഒന്നും ആഡഡ് അല്ല, ഒലിവിൻ്റെ ഒരു നാച്ചുറൽ പ്രോഗ്രഷൻ ആയിരിക്കും. ഭയങ്കര പെപ്പർ ഫ്ലേവർ ആണ്. ഇവിടെ പോകുമ്പോൾ നമുക്കൊരു ഹോൾസ് ഒക്കെ കഴിച്ച ഫീലിംഗ് ആണ്. അത്രയും ആഫ്റ്റർ ടേസ്റ്റ് ഉണ്ട്. ഇത് ഏത് ഫുഡ് ടൈപ്പിനാണ് യൂസ് ചെയ്യുന്നത്? ഇതും എല്ലാം ഇല്ല, ഇതൊന്നും കുക്ക് ചെയ്യാൻ പറ്റില്ല. ഓൾ ഡ്രസ്സിംഗ്, സാലഡ്സ്, ടോപ്പിംഗ്സ് ആൻഡ് ബ്രെഡ്സിന് ഞാൻ കേട്ടിട്ടുണ്ട് ഒലിവ് ഓയിൽ കുക്ക് ചെയ്യാൻ പാടില്ല. കുക്ക് ചെയ്യാം, ബ്ലാക്ക് ഒലിവ്സ് വെച്ച് കുക്ക് ചെയ്യവര്, പക്ഷെ ഡീപ് ഫ്രൈ ചെയ്യാൻ പാടില്ല എന്നാണ് കേട്ടിരിക്കുന്നത്. പ്രിയ, അപ്പൊ ഇതൊക്കെയായിരുന്നു മെയിൻ. ബ്ലാക്ക് ഓയിൽ ടേസ്റ്റിംഗ് ഇല്ലാന്ന്, കാരണം ഇറ്റ്സ് വെരി കോമൺ എന്നാ പറഞ്ഞത്. നമ്മൾ എപ്പോഴും ടേസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവ് ഈ ഒരു സാധനമാണ്. ഇത് കണ്ട പിക്വാൽ, ഇതാണ് ഞാൻ ടേസ്റ്റ് ചെയ്തില്ലേ രണ്ടാമത് പിക്വാൽ എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും എക്സ്പെൻസീവ്. പക്ഷെ ദിസ് ഇസ് നോട്ട് ആൻ എക്സ്പെൻസീവ്. ഇത് 500 ml എക്സ്പെൻസീവ്. 500 ml 2000 രൂപ. അത് പറയാൻ പറ്റില്ല, ഡിഫറെന്റ് ക്വാളിറ്റി അല്ലേ. സോ ദിസ് ഇസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ്. നിങ്ങൾ എപ്പോഴെങ്കിലും വന്നാൽ അല്ലെങ്കിൽ ഈ ബോട്ടിൽ കണ്ടു കഴിഞ്ഞാൽ കിട്ടില്ല, നാട്ടിൽ എന്തായാലും ഇത് കിട്ടില്ല, ഞങ്ങൾ ഓർക്കുക. ഒലിവ് ഓയിൽ വാങ്ങുമ്പോ കുപ്പിയിൽ എവിടെന്നാണ് എഴുതിയിരിക്കണം. അതെ, അത് ഗ്രീൻ ഒലിവ്സ് ആണോ ബ്ലാക്ക് ഒലിവ്സ് ആണോ നോക്കുക. ഗ്രീൻ ഒലിവ്സ് ആണെങ്കിൽ കുക്കിംഗ് ഉപയോഗിക്കരുത്, ബ്ലാക്ക് ആണെങ്കിൽ കുക്കിംഗ് ഉപയോഗിക്കുക. അതെ, ഡീപ് ഫ്രൈ പാടില്ല. അതെ. അപ്പൊ ഇറങ്ങാലോ, ആ ബേബി സാധനം കൂടി എടുക്കാം. ക്രീം അല്ലേ? ആ പ്രിയ, ഹയസ്റ്റ് ക്വാളിറ്റി ഓഫ് ഓയിൽ ഒരു സാമ്പിൾ വീട്ടിലേക്ക് വേണ്ടി. അത് ഞാൻ നാട്ടിൽ പോയി ഇറ്റാലിയൻ ബ്രെഡ് ഒക്കെ ടേസ്റ്റ് ചെയ്ത് ഇതിലൊഴിച്ച് ടേസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് ഡ്രസ്സിംഗ് പിക്വൽ ആണ്, ഏറ്റവും ബെസ്റ്റ് ആണ്. ബോട്ടിൽ നമ്മൾ ഇന്നും ഓർത്ത് വെക്കണം, കളയരുത്. അതെ, നല്ല ആൾക്കാരാട്ടോ. അത് ഭയങ്കര ഹോസ്പിറ്റബിൾ. അത് ഫ്രീ ആണ്. ഇത് ഫ്രീ ആണ്. ജസ്റ്റ് ദേ വാണ്ട് പീപ്പിൾ ടു നോ അബൌട്ട് ഒലിവ് ഓയിൽസ്. They want to understand the value of olive oil. And സ്പെയിനിൽ വരുമ്പോൾ ഇവിടെ ഒരു മസ്റ്റ് വിസിറ്റ് ആണ്. മസ്റ്റ് വിസിറ്റ് ആണ്. അത് ഇന്ന് നിങ്ങൾ ഫുൾ വ്ളോഗ് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ഈ സ്ഥലത്തിന്റെ ഭംഗിയൊക്കെ. അതിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഇത് ലൈഫിൽ വേറെ എവിടെയും കിട്ടാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഓക്കെ, സോ നിങ്ങൾ ജസ്റ്റ് ഒലിവ് ഓയിൽ മ്യൂസിയം അടിച്ചാൽ മതി. യുവാൻ ഉബേദെ വന്നിട്ട് ഇവിടെ വരിക, ട്രൈ ചെയ്യുക. ഇതുപോലത്തെ ബോഡി ലോഷനും പ്രിയനെ പോലത്തെ ആൾക്കാരുണ്ടെങ്കിൽ വാങ്ങുക, അല്ലേ? പ്രിയ, ഒരു കാര്യം തീരുമാനിച്ചു, ഞാൻ ഓറഞ്ച് പറിച്ച് കഴിക്കാൻ പോവാ. ഇനി ഇങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഇങ്ങനെ എല്ലായിടത്തും നിൽക്കുമ്പോ ഓറഞ്ച് ഒരു എന്ത് മണോ നോക്കിക്ക്, സ്മെല്ല് ഇറ്റ്. എന്താ അല്ലേ, ഒരു ബോംബ് പൊട്ടിയ പോലെ, ഓറഞ്ച് ബോംബ്. ബാക്കി നോക്ക് എന്ത് രസമാണ്. Guys, you have to come to this place, അല്ലേ? എന്തൊരു കാംനെസ്, സെറീനസ്. അത് രാത്രി കാണുമ്പോൾ എന്തായാലും എല്ലാവരും ഇവിടെ വന്നിരിക്കും. ഉബേദ ഫേമസ് ആയ OHF കാരണമാണ്. ആയാൽ പിന്നെ ഇവിടെ ഫുൾ ആൾക്കാരായിരിക്കും, പിന്നെ ഫുൾ മലയാളീസ്. ചേട്ടാ ഒലിവ് ഓയിൽ തരുമോ? അത് രണ്ട് കാര്യം വരും. എല്ലാരും ഒലിവ് ഓയിലും തീർക്കും, ഇവിടുത്തെ ഓറഞ്ച് മൊത്തം തീരും. ഇതേ ഓറഞ്ച് എല്ലാം തിന്നു. മാൻഡറിൻ മറ്റേ ജ്യൂസ് അടിക്കുന്ന സംഭവം ഉണ്ടാ, തുറക്കുമ്പോ തന്നെ പോന്ന് നോക്ക്, എങ്ങനെ കഴിക്കും. വെറുതെ അല്ല ആരും മറക്കാത്ത. എനിക്ക് തോന്നി അതല്ലേ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. വല്ല കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞല്ലേ പറിക്കണ്ടെന്ന്. കഴിക്കാൻ പറ്റില്ല. ആദ്യമായിട്ടാണ് ഇത്രയും. എന്നാലും ഞാൻ കഴിക്കും, നോക്കിയോ. എനിക്ക് തുപ്പാൻ പറ്റില്ല, വാശിയല്ല, ഫുഡ് എനിക്ക് പറ്റില്ല. അങ്ങനെ സൈക്കോളജിക്കൽ ആയിപ്പോയി. അത് അനുവിനൊക്കെ അറിയാം. അവരെ ഒരു തവണ അനു ഇന്ദ്രനൊക്കെ എവിടെയോ പോയിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അത്യാവശ്യമായിട്ട് ദില്ലു വരാൻ. ഓർമ്മയുണ്ടോ? ഫുഡ് അവിടെ ബാക്കി ഇരിക്കുന്നു. ഞാൻ പോയപ്പോ, ഞാൻ പെട്ടെന്ന് കാറൊക്കെ എടുത്ത് പോയപ്പോ നാലുപേരും എന്നിട്ട് പെട്ടെന്ന് കാർ. അല്ലല്ല, നാട്ടിലെ പനമിലൊക്കെ റെസ്റ്റോറന്റ് ആയിരുന്നു. ഞാൻ പെട്ടെന്ന് പോയപ്പോ ഞാൻ എന്തുപറ്റി ഇന്ദ്രേട്ടാന്ന് ചോദിച്ചപ്പോ, അല്ല ഫുഡ് ബാക്കിയുണ്ട്, ഞങ്ങൾ വേസ്റ്റ് ചെയ്തിട്ട് പോകും, ദില്ലു ഒന്ന് കഴിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് തീർത്തു. അവർക്കറിയാം ദില്ലുവിന് ഒട്ടും ഇഷ്ടമല്ല ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത്. അത് കൊറേ ഉണ്ടായിരുന്നു ഫുഡ് അല്ലേ, ഫുള്ള് ഇരുന്ന് കഴിച്ചു. പ്രിയ, ഇതാ ഞാൻ പറഞ്ഞ കാറുകൾ പോകുന്നത് നിന്ന് സമ്മതിക്കണം കേട്ടാ. കാരണം അപ്പുറത്ത് യൂസ്ഡ് ആയിരിക്കില്ലേ, പക്ഷെ എന്നാലും അപ്പുറം ഇപ്പുറം മുട്ടുമെന്നുള്ള എന്തൊരു ടെൻഷൻ ആയിരിക്കും. ഇത് കുറച്ചുകൂടെ വീതിയുണ്ട്. എന്നാലും ഇതിപ്പോ നമുക്ക് വരുമ്പോ എങ്ങനെ അറിയും വൺ വേ ഏതാ അല്ലാത്ത ഏതാന്ന്? അതെ, പ്രാമനെ പറ്റുന്നില്ല. അതെ, മ്യൂസിക്കും സ്പാനിഷ് മ്യൂസിക്കും എല്ലാരും വെയിലും കൊണ്ട് ഫുഡും കഴിച്ച് അതിന്റെ ഇടയ്ക്ക് ഇവിടെ നല്ല വേറെ പള്ളി, വേറെ നല്ല പ്ലാസ.
ഒരുപാട് പ്ലാസാസ് ഉണ്ട്. ചെറിയ ടൗൺ ആണെങ്കിലും ചെറിയ വില്ലേജ് ആണെങ്കിലും. വേദ പോയി കുതിരയിലിരിക്കുക, ഹോസിലിരിക്കുക, ഹോസ്. ആ വെള്ളമൊന്നും കുഴപ്പമില്ല, കുറച്ച് വെള്ളമായ എന്താ പ്രശ്നം? ആ ഇത് പ്രിയയുടെ ബാക്കിയാട്ടാ. വെള്ളം ഉള്ളതുകൊണ്ട് ഇരിക്കില്ല എന്ന്. ഗുഡ് ബോയ്. വെള്ളമൊക്കെ അങ്ങോട്ട് കൈവച്ച് തുടച്ചു കളഞ്ഞാ പോരെ വേദു? ഇതേ ഇങ്ങനെ വെള്ളമൊക്കെ പോയി. ആ പാന്റ് നനയില്ലേ? അതിനെന്താ? ഓ ഹോസ് ഓടിക്കുന്നത് എങ്ങനെയാ? അങ്ങനെയാണോ? പിടിച്ചിരുന്നാണേ. പോ, സ്പീഡിൽ പോ. കുട്ടു എങ്ങനെയാ? ഹോസിന്റെ ഐസ്. ഇതിങ്ങനെയാ പാരന്റ്സ് ഇവിടെ കൊണ്ടുവന്ന് കുട്ടികളെ വിട്ടിട്ട് അവർക്ക് ഇവിടെ ഇരിക്കാമല്ലോ. വൈകുന്നേരം ആവുമ്പോ എല്ലാരും ഇറങ്ങുമായിരിക്കും. ഇവിടെ എനിക്കൊന്ന് ഭയങ്കര ഉച്ചയുറക്കാന്ന് തോന്നുന്നു ആൾക്കാർക്ക്. ഈ നാട് കണ്ടു കഴിഞ്ഞാ എല്ലാരും നാട് വിട്ട പോലെ ഇല്ലേ? ശരിക്കും കുറച്ച് ആൾക്കാർ മാത്രം ബാക്കിയുണ്ട്. ആക്ച്വലി അങ്ങനെ സംഭവിച്ചു. ഈ ഉബേദിന്ന് കുറെ പേര് പോയി. കാരണം ഇവിടെ ഭയങ്കരമായിട്ട് പോവേർട്ടി ഒക്കെ വന്നു ഇടയ്ക്ക്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആൾക്കാരെ കൊണ്ടുവന്നതാ. പക്ഷെ അതിന് മുമ്പ് എന്റെ പാസ്റ്റില് ഇവിടെ പാലസസ് ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട്. ആൾക്കാർ താമസിക്കുന്ന പാലസ് വെൽത്തി ക്രിസ്ത്യൻസ് ആയിരുന്നു ഇവിടെ. ഈ ടൗണിന്റെ സ്പെഷ്യാലിറ്റി എന്താ അറിയോ? ഒരു സൈറ്റ് സീയിങ് വേണ്ടി ഒരു പ്ലേസ് ഇല്ല. എവറി പ്ലേസ് ഇസ് സൈറ്റ് സീയിങ്. അല്ലെ, ഒരു ഫുൾ വില്ലേജ് സൈറ്റ് സീയിങ് ആണിത്. അങ്ങനെ ഒരു സ്ഥലം നോക്കി പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ഹോട്ടലുകാരും പറഞ്ഞ ഇത് കണ്ട, ഇതൊക്കെ റിനൈസാൻസ് സ്റ്റൈൽസ് ബിൽഡിംഗ് ആണ്. How old and magnificent all is. Everything, 90% of these buildings are 15th century, 14th century buildings. And ഈ ഒരു ഫീൽ എക്സ്പീരിയൻസ് ചെയ്യാനാണ് അവർ ഇവിടെ വരാൻ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഇതുപോലത്തെ മണി. പ്രിയ, ഇത്രയും കാലിയായിട്ട് കണ്ടിട്ടുണ്ടോ? നമ്മൾ ഇത്രയും പെട്ടെന്ന് റൗണ്ട് എടുത്ത് തിരിച്ച് നമ്മുടെ സിറ്റി സെന്ററിലേക്ക്, ഐ മീൻ നമ്മുടെ ഓൾഡ് ടൗൺ, നമ്മുടെ ഹോട്ടലിന്റെ സെന്ററിലേക്ക് എത്തി. ഇത്രേ ഉള്ളൂ. ഇവിടുന്ന് ആൾക്കാര് പോയ പോലെ ഇല്ലേ? I love this. ഈ ഒരു deserted feeling. It's like it is scary also. It is not scary. It is totally enjoyable. നമ്മുടെ സ്വന്തം സ്ഥലം പോലെ തോന്നില്ല ഇത് മൊത്തം. നമ്മുടെ ഏരിയ. അതുമാത്രമല്ല രാത്രി എന്ത് ഭംഗിയായിരിക്കും. പിന്നെ ഇവിടെ കുറച്ച് ഷോപ്പിംഗ് ഇന്നലെ നമ്മൾ വന്നപ്പോൾ കണ്ടില്ല സ്ട്രീറ്റ്സ് ഒക്കെ. പക്ഷെ അതൊക്കെ വൈകുന്നേരം പോകാൻ പറ്റുള്ളൂ. ആ ഷോപ്പ് എവിടെയാന്ന് കണ്ടുപിടിക്കണ്ടേ? അത് എനിക്കറിയാന്ന് തോന്നുന്നു. നമ്മൾ പോകുന്ന വഴിക്കാ. പക്ഷെ വൈകുന്നേരം നമുക്കൊരു 4:30 ഒക്കെ ആകുമ്പോൾ ഇറങ്ങാം. അപ്പൊ എവിടെയെങ്കിലും നല്ല സ്ഥലത്ത് ലഞ്ച് കഴിച്ചാലോ? എന്നിട്ട് കുറച്ചു നേരം പോയി കിടന്ന് ഉറങ്ങിയാലോ? ഇവിടുത്തെ ആൾക്കാരെ പോലെ. എന്നിട്ട് വൈകുന്നേരം ഫുൾ ഓൺ എനർജിയിൽ നടക്കാം. അതെ. ഇതെന്താന്നറിയോ? മ്യൂസിയം വിചാരിച്ച് കയറിപ്പോയതാ. ഹോട്ടലാ ഇത്. ഇറ്റ് ഈസ് എ 16th century ഹോട്ടലിന്. അല്ലല്ല, പഴയ ഏതോ 16th century ബിൽഡിംഗ് ഹോട്ടലാക്കിയതാ. ഇറ്റ്സ് എ 4-star ഹോട്ടൽ നൗ. ഇറ്റ്സ് എ ഹോട്ടൽ മ്യൂസിയം പോലെയൊക്കെയാ. അപ്പൊ നമ്മുടെ താജ് ലേക്ക് പാലസ് ഒക്കെ പോലത്തെ ഒരു ഡിഫറെന്റ് സംഭവം ഇത്. വേഗം കയറി വേണമെങ്കിൽ അകം കോട്ടിയാട് പോയി കണ്ടിട്ടോ, നല്ല രസമുണ്ട്. ദിസ് ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഹോട്ടൽ ഇൻ സ്പെയിൻ. ഇങ്ങനത്തെ ഞാൻ ജസ്റ്റ് നമുക്ക് കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ജസ്റ്റ് കോട്ടിയാട് മാത്രം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നൈസോ. 12 റൂംസേ ഉള്ളൂ. ഈ സ്ട്രീറ്റിനൊക്കെ ഭംഗി നോക്ക് പ്രിയ. വെറുതെ അല്ല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽസ് വിസിറ്റ് ഉബൈദ എന്ന് പറയുന്നത്. ഈ ഒരു ഇറ്റ്സ് ജസ്റ്റ് പ്യുവർ ആർട്ട്. അതൊക്കെ അതുണ്ട ഇതിന്റെ മുകളിലൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മളോട് ഒബ്സർവ് ചെയ്യാൻ അവർ പറയുന്നത്. ഒരു ക്ലോക്ക് പോലത്തെ സംഭവം കണ്ട, ഇതൊക്കെ റിനൈസൻസ് സ്പീഡ് ഓഫ് ആർട്ട് വർക്കാണ്. 1604 ഡ്രോയിങ് അത്. ആൻഡ് ഞാൻ ജിറോണെ പോയല്ലോ ഗെയിം ഓഫ് ത്രോൺസ് ഷൂട്ട് ചെയ്യാൻ. ഞാൻ വെച്ചാൽ അത് ഭയങ്കര കാം ആൻഡ് സൈലന്റ് കമ്പാരിറ്റീവ്ലി ആരും എക്സ്പ്ലോർ ചെയ്യാത്താണ്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇത് അതിനെയും കാട്ടി കാം ആൻഡ് സൈലന്റ്. ഇന്ന് 10 ആൾക്കാരുണ്ട്. ഇവിടെ ഞാൻ ഇതുവരെ പോയാലും ഏറ്റവും കുറവ് ആൾക്കാരുള്ള ഒരു ഓൾഡ് ടൗൺ ഇതാ. എന്തായാലും ഓറഞ്ച് പറിക്കരുത് ആരും ഇവിടെ വന്നാലും. അല്ല ഇപ്പൊ മനസ്സിലായല്ലോ, കാര്യം മനസ്സിലായല്ലോ എന്താണ് സ്പെയിനിൽ ആരും ഓറഞ്ച് പറിക്കാത്ത. ഒരു കാര്യം മനസ്സിലായി, ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ ഒക്കെ ചില്ലുക, ഒരു ലേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കുക, വീണ്ടും റൂമിൽ പോയി ചില്ലുക. വൈകുന്നേരം അങ്ങോട്ടൊരു 4 മണിയാകുമ്പോൾ ഇറങ്ങുക, കോഫി വെളിയിൽ കുടിക്കുക, പിന്നെ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇനി അങ്ങോട്ട് ചെയ്യാൻ പ്ലാൻ. പ്രിയം വേദു റൂമിലേക്ക് പോയി. പക്ഷേ വേദുവിന് ഭയങ്കര ഐസ്ക്രീം ക്രേവിങ്. ഇവിടെ ആണെങ്കിൽ സൂപ്പർ മാർക്കറ്റ് പോലും ഇല്ല. അടുത്തുള്ള ഗ്രോസറി സ്റ്റോഴ്സ് വരെ ഈ ഒരു 1:30 ആകുമ്പോൾ അടയ്ക്കുന്നു. അപ്പോൾ ഐസ്ക്രീം തപ്പി 1 കിലോമീറ്റർ ഇനി വേഗം പോകാം.
വൈകുന്നേരം ഇവിടുത്തെ കാഴ്ചകൾ ബാക്കി കാണിക്കാം. അത് ഒന്നൊന്നര കാഴ്ചയായിരിക്കും. കാരണം ഇന്നലെ രാത്രി ഞങ്ങൾ കണ്ടതാണ് ലൈറ്റ്സും. ഇത്രയും ചെറിയ വില്ലേജ് ആണെങ്കിൽ ക്രിസ്മസ് ഇവിടെ ഭയങ്കര സംഭവം തോന്നുന്നു. കാരണം അതുപോലെയാണ് ഡെക്കറേഷൻസ്. അതെന്തായാലും വൈകുന്നേരം കാണാം. ആദ്യം ഐസ്ക്രീം എവിടെയെങ്കിലും കിട്ടുമോ നോക്കട്ടെ, അല്ലെങ്കിൽ ഇത് ഭയങ്കര ക്രാങ്കി ആയിരിക്കും.